നമസ്കാരം. ഇടതും വലതുമായി നമ്മുടെ രാഷ്ട്രീയം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ദേശീയതയെ ആയുധമാക്കി BJPയും കേരള മണ്ണിൽ ശക്തി പ്രാപിക്കുന്നു. ഇതിനിടയിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി അനേകം രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളുമുണ്ട്. അതിലുമുണ്ടാവാം ചില താല്പര്യങ്ങളും രാഷ്ട്രീയവും. എന്തായാലും കേരളീയ സമൂഹത്തിൽ ഏറ്റവും ശക്തമായി ഇടപെടുന്ന ഏറ്റവും പുതിയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി ഒരു മുസ്ലിം രാഷ്ട്രീയം മുൻപോട്ട് വയ്ക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് പൊതുസമൂഹം കരുതുമ്പോഴും അതിൻ്റെ തലപ്പത്തുള്ളവർ അത് നിഷേധിക്കുകയാണ്. ഇന്ന് ഷൂട്ടഡ് സൈറ്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലമാണ്. നമസ്കാരം. ഒന്നുമില്ല, നമ്മൾ ഒരു കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനേകം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെല്ലാം ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. പുതുതായി ഡെവലപ്പ് ചെയ്ത BJPക്ക് അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടൊരു മുന്നണി സംവിധാനം ഉണ്ടാക്കി അവർ എത്രമാത്രം സ്ഥായിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടി പോലുള്ള ഒരു പാർട്ടി കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കേരളീയ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ, ഫലമുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങൾ. അതിനപ്പുറം കേരളീയ സമൂഹത്തിൽ വലിയ തോതിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ജനകീയ സമരങ്ങളിൽ വെൽഫെയർ പാർട്ടി ഇടപെടുന്നു എന്നത് തന്നെയാണ്. പലപ്പോഴും ഇപ്പം SDPI പോലുള്ള പാർട്ടികൾ അല്ലെങ്കിൽ മറ്റു പല പ്രസ്ഥാനങ്ങളും ഒക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു മത തീവ്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നക്സലിസത്തിൻ്റെയോ ഒക്കെ ഒരു ഇമേജ് വരാം. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ബോധപൂർവം ചിലർ ഒരു ഇസ്ലാമിക ആശയത്തിൻ്റെ പ്രചരണമാണ് ഈ തരത്തിൽ വരുന്നത്. എന്നിവേ ഇത്തരത്തിൽ 7 കൊല്ലം കൊണ്ട് ഈ കേരളീയ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രസ്ഥാനമാക്കി വെൽഫെയർ പാർട്ടിയെ മാറ്റിയത് എങ്ങനെയാണ്? കേരളത്തിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മുന്നണികളുണ്ട്. പക്ഷേ സമീപകാലത്തായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ പോലും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് നീതി പുലർത്താത്ത അധികാരവുമായി മാത്രം പ്രവർത്തനങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രായോഗിക തലത്തിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ അസമത്വമാണ്, ആരും തുല്യരല്ല എന്ന പ്രഖ്യാപനമാണ്. ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ ഇന്ത്യൻ ഭരണഘടന അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന സാമൂഹ്യ സമത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഇത് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു സന്തുലിതവും ഒരു സമത്വവും സാമൂഹ്യ നീതി ഇതൊന്നും നിലനിൽക്കുന്നില്ല, അധികാര കേന്ദ്രീകൃതമാണ്. ഇതാണ് ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന ഒരാശയം വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. 7 വർഷത്തെ പ്രവർത്തനാനുഭവത്തിൽ സൂചിപ്പിച്ചതുപോലെ MLAമാരില്ലാതെ, അധികാരമില്ലാതെ, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവാതെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രായോഗികമായ അത്തരം സാധ്യതകൾക്കപ്പുറത്ത് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരടിസ്ഥാനം എന്ന് പറയുന്നത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ചും അരികുവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട്. പലരും അത് ഉപേക്ഷിക്കുകയും കോർപ്പറേറ്റ് ഫ്രണ്ട്ലിയായ നിലപാടിലേക്ക് വഴിമാറിപ്പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന, പൗരന്മാർക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്പേസിലേക്കാണ് തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി. ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വസ്തുതയാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാം മതത്തിൽ ജാതി നമുക്ക് പറയാൻ കഴിയത്തില്ലല്ലോ. അപ്പം ഒരു ഇസ്ലാമിക രാഷ്ട്രീയമുണ്ട് വെൽഫെയർ പാർട്ടിക്ക്. ഞാൻ ഈ പറയുന്ന സാമൂഹിക ഇടപെടലുള്ളപ്പോൾ തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയം കൂടി നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്നാണ് എനിക്ക് എത്രമാത്രം ഞാൻ ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ രൂപമാണ് എന്നുപോലും ആരോപണമുണ്ട്. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രീയം അല്ലെങ്കിൽ ഇസ്ലാമിക താല്പര്യം എന്നുള്ള വാക്ക് തെറ്റാണ്. എങ്ങനെ ഒത്തുപോകും? യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധാനമല്ല അത്. ഇന്ത്യയിലാണ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് മതേതര ജനാധിപത്യ
രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ ഒരു മുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് ഇന്ത്യയുടെ വികസനവും പുരോഗതിയുമായി, ജനാധിപത്യത്തിൻ്റെ പൂർത്തീകരണവുമായി, ഇന്ത്യൻ ഭരണം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുമായിട്ടൊക്കെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വലിയ ഒരു പങ്കുണ്ട്. അത് തിരുത്താതെ സ്വതന്ത്ര സമര പോരാളികൾ ലക്ഷ്യം കണ്ട ഒരു ഇന്ത്യ രൂപപ്പെട്ട് വരികയില്ല. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെ അഡ്രസ്സ് ചെയ്യുക, ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെ ഇന്ത്യൻ ഭരണഘടന അഡ്രസ്സ് ചെയ്തതുപോലെ അഡ്രസ്സ് ചെയ്യുക എന്നതാണ് പാർട്ടിയുടെ അതിൻ്റെ മുഖവും അതിൻ്റെ ഉള്ളടക്കവും പരിശോധിച്ചാൽ, പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കവും പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. മറ്റൊന്ന് ആരോപിക്കപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഹിന്ദു സമൂഹത്തിനകത്ത് നിൽക്കുന്ന ജാതി വ്യവസ്ഥ എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യൻ സമൂഹ ശരീരത്തിൽ അതിൻ്റെ ഒരു ആത്മസത്തയിൽ ഈ ജാതി വ്യവസ്ഥ ഒരു പൊതുബോധമായി ഉണ്ട്. അത് ഏത് സന്ദർഭത്തിലും അത് പ്രവർത്തിക്കാം. ഏത് മതത്തിലും അത് പ്രവർത്തിക്കാം. കാരണം വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ ഇതര സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നതും ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നും തീർത്തും വേറിട്ടിട്ട് രൂപപ്പെട്ടു വരുന്ന ഒന്നല്ല. അതിൻ്റെ സമ്മർദ്ദങ്ങളും സ്വാധീനങ്ങളൊക്കെ അതിൻ്റെ അകത്തുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പൊതുവെ സെക്യുലർ സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരിൽ വരെ ഈ ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ബോധം പല സന്ദർഭങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ബോധത്തെ തന്നെ തിരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്ത്യൻ ഒരു സോഷ്യൽ ചേഞ്ച് നമുക്ക് സാധ്യമാകൂ. ജമാഅത്ത് ബന്ധം നിഷേധിക്കുവാണോ? വെൽഫെയർ പാർട്ടി യഥാർത്ഥത്തിൽ രൂപീകൃതമായിരിക്കുന്നത്, ആ രൂപീകരണ സന്ദർഭം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ജീർണതകൾ ഒരു പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് പ്രേരകമായിട്ടുണ്ടാകും. അതേസമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ജീർണതകൾ ഒരുപക്ഷെ നമുക്ക് ശുദ്ധീകരിച്ചാൽ പിന്നെ ഒരു പാർട്ടി ആവശ്യമുണ്ടാവില്ല. അപ്പോൾ അവിടെയല്ല ഇത്. ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെ ഒരു രാഷ്ട്രീയ പാർട്ടി അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ത്യ അതിൻ്റെ ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെടുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് വ്യത്യസ്ത തലങ്ങളിൽ സാമൂഹ്യ പാരിസ്ഥിതിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾ, കൊച്ചു സംഘങ്ങൾ, സമുദായ സംഘടനകൾ, അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ചതാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. തീർച്ചയായിട്ടും അതിൽ കേരള ദലിത് പാന്തേഴ്സ് പോലെയുള്ള, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെയൊക്കെ പിന്തുണ, ഇതിൻ്റെ രൂപീകരണത്തിൽ മുൻകൈ എടുക്കുന്നതിൽ അതിൻ്റെ ഒരു പിന്തുണ, ഒരു പുതിയ രാഷ്ട്രീയത്തെ ആഗ്രഹിക്കുന്ന മൂവ്മെൻറ്റുകളുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ എല്ലാവരും പങ്കാളികളായിട്ടുണ്ട്. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമല്ല വെൽഫെയറിൻ്റെ നമുക്ക് പറയാൻ പറ്റും. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് നിഷേധിക്കും. ഈ മലപ്പുറത്തുകാരാണ് സമരത്തിൻ്റെ പിന്നിൽ ഒരു ഡയലോഗ് ഇ പി രാജൻ പറഞ്ഞിരുന്നു. ആലപ്പാട് സമരം നടന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ വെൽഫെയർ പാർട്ടി ഉദ്ദേശിച്ചായിരിക്കും. കാരണം സാധാരണ പൊതു സമരങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഇടപെടലുണ്ട്. അപ്പോൾ അതെന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? അത് രണ്ട് പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന മലപ്പുറം, യഥാർത്ഥത്തിൽ നമ്മുടെ 14 ജില്ലയിൽ ഒരു ജില്ലയാണ് മലപ്പുറം. പക്ഷെ മലപ്പുറം ജില്ലയെ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുത്തി വായിക്കുന്നു എന്ന്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇവിടെ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ ഒരു പൊതുബോധമായി ഇന്ത്യൻ ശരീരത്തിൽ അല്ലെങ്കിൽ എല്ലാവരിലും അത് നിലനിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ചില സമയത്ത് അത് വെളിപ്പെടും. ഈ വെളിപ്പെടലാണ്. അപ്പോൾ മലപ്പുറം ജില്ല അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് മനസ്സിലാക്കുന്നു, വായിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന ഒരടിസ്ഥാന പ്രശ്നം അതിൻ്റെ അകത്ത് ഒന്നാമതായിട്ട് ഉണ്ട് എന്നതാണ്. രണ്ടാമത്, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ 90കൾക്ക് ശേഷം അവരൊരിക്കലും ജനപക്ഷത്തല്ല, കോർപ്പറേറ്റുകളുടെ പക്ഷത്താണ്. കോർപ്പറേറ്റുകളുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും തന്നെ അവർക്ക് അവരുടെ പോലും പ്രത്യയശാസ്ത്രത്തിൻ്റെ അകത്ത് നിന്ന് വികസനത്തെ സമീപിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം കോർപ്പറേറ്റുകളാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നയം രൂപീകരണത്തിൽ കോർപ്പറേറ്റുകൾക്ക് വലിയ പങ്കുള്ള കാലത്താണ്, പ്രത്യേകിച്ചും 90കൾക്ക് ശേഷമുള്ള കാലം. ഈ കാലത്ത് എല്ലാ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും സമര ഭൂമിയിൽ നിന്ന് പിൻവാങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതാത് പ്രദേശങ്ങളിൽ ഈ കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന വികസനത്തിൻ്റെ വിക്ടിംസ് ഒരുമിച്ച് കൂടാണ്. ആ വിക്ടിംസിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവും. പക്ഷേ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ഉണ്ടാവുകയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗങ്ങളുണ്ടാവും. അംഗങ്ങളുണ്ടാകുന്നത് അവർ വിക്ടിംസ് എന്ന അർത്ഥത്തിലാണ് അവരുണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സമരഭൂമിയിലും
ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു. ആ വിക്ടിംസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പൊളിറ്റിക്സാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ്. അവിടെ സ്വീകാര്യതയുണ്ട്. ഈ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുന്നത് ഇപ്പം പ്ലാച്ചിമട അല്ലെങ്കിൽ ചെങ്ങറ, അതുമല്ലെങ്കിൽ നമുക്കെടുത്ത ഇപ്പോഴത്തെ ആലപ്പാട്, ഇത്തരം സമരങ്ങളിൽ നിങ്ങൾ ഇടപെടുമ്പോൾ അവർ സംശയാലുക്കളാണോ? അങ്ങനെ ഒരു വിഷയം ഒരിക്കലുമല്ല. എല്ലാ സമരഭൂമിയിലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ല സ്വീകാര്യതയാണ്. കാരണം ഞങ്ങളുടെ ഒരു ഇടപെടലിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. ഒരു സമരത്തെയും ഞങ്ങൾ ഒരിക്കലും എവിടെയും ഹൈജാക്ക് ചെയ്തിട്ടില്ല. പ്ലാച്ചിമട സമരത്തിൻ്റെ തുടക്കം മുതൽ അതിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമരത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരിക്കെ ഒരിക്കലും തന്നെ ആ സമരത്തെ ഇവർ ഹൈജാക്ക് ചെയ്യുമെന്നൊരു തോന്നൽ അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ആ സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടയിലേക്ക് എത്തിക്കുന്നിടത്ത്, അത് വിജയിപ്പിക്കുന്നിടത്ത് ആ സമരം ഉയർത്തുന്ന സന്ദേശം ആ പ്രദേശത്തിൽ നിന്ന് ഒരു കേരളത്തിൻ്റെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും നമ്മുടെ പാർട്ടി നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രചരിപ്പിക്കുമ്പോഴാണ് ഈ സമരം കേരളത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സമരത്തെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു കേരളത്തിലുടനീളം അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉന്നയിച്ച് ഭരണകൂടങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നിടത്ത് ഞങ്ങളൊരു സംഘടന എന്ന നിലയ്ക്ക് എപ്പോഴും വിജയിക്കാറുണ്ട്. അതേ സന്ദർഭത്തിൽ ആ സമരങ്ങളൊന്നും ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾ പറയാറില്ല. കേരളത്തിൽ നടക്കുന്ന എല്ലാ സമരങ്ങളും അത് പരിസ്ഥിതി സൗഹൃദവും മനുഷ്യബന്ധവുമായ വികസന കാഴ്ചപ്പാടിൽ നിന്നിട്ടാണ് ഞങ്ങൾ പിന്തുണക്കുന്നത്, അതിനെ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആളുകൾ ഞങ്ങളാണെന്ന് പറയാറില്ല. ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമരം കാര്യമായിട്ട് അത് മദ്യവിരുദ്ധ സമരം ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭൂസമരം ഞങ്ങൾ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭൂസമരങ്ങളെ ഞങ്ങൾ പിന്തുണക്കുന്നു. അപ്പോൾ ഇത്തരം സമരങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത്? കാരണം നിങ്ങൾക്ക് ആളുകൾ ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ ചെങ്ങറയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ആളുകൾ ഇല്ലായിരിക്കും, നിങ്ങളുടെ പ്രവർത്തകരില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത്? ആളെ വിടുമോ? ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നത് പൊതുവെ ഞങ്ങളുടെ സമര രീതി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സമര മേഖലയിൽ നിന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ക്ഷണം വരാറുണ്ട്. നിങ്ങൾ വരണം, പഠിക്കണം, അന്വേഷിക്കണം. ആലപ്പാടുന്നുണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ സമരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി, സമരം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം, അതേപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ, പിന്നെ പലയിടത്തും മെഡിക്കൽ ക്യാമ്പുകൾ ആവശ്യമുണ്ടാവും. അത്തരം ക്യാമ്പുകൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഒരു വളണ്ടിയർ ടീം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സംഘം ഇതുപോലുള്ള സമരങ്ങളിൽ സജീവമായി പങ്കെടുക്കും, അവരുടെ കൂടെ നിൽക്കും. അത് അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ സമരം ഞങ്ങൾ റാഞ്ചി കൊണ്ടുപോവില്ല എന്ന കുറച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ സമര മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സ്വീകാര്യതയാണ്, ഞങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഈ വെൽഫെയർ പാർട്ടി എത്രമാത്രം വലുതാണ്? ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എത്ര അംഗങ്ങളുണ്ട്, എത്ര യൂണിറ്റുകളുണ്ട് കേരളത്തിൽ? ഈ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിറ്റുകൾ അംഗങ്ങൾ അതായത് നമുക്കിപ്പോൾ 118 മണ്ഡലങ്ങളിൽ പാർട്ടിയുണ്ട്, 14 ജില്ലകളിലും പാർട്ടിയുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ മുന്നണിയുടെ ഭാഗമായി നിന്ന് മന്ത്രിയും MLA-മാരും ഉള്ള പല പാർട്ടിയേക്കാളും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നെറ്റ്വർക്കുള്ള സംഘടനാ സിസ്റ്റമുള്ള, അതായത് ഓൺ ചെയ്താൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയും വളരെ ഇതുപോലുള്ള സമരങ്ങളിലും മറ്റും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇടപെടാനും അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വെളിയിലേക്കോ? കേരളത്തിൻ്റെ വെളിയിൽ 8 സംസ്ഥാനങ്ങളിൽ പാർട്ടി സജീവമാണ്. ഇവിടെ തമിഴ്നാട്ടിൽ, അതേപോലെ കർണാടക, വെസ്റ്റ് ബംഗാൾ, തെലുങ്കാന, പിന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി. എന്താണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന പൊളിറ്റിക്സ്, യഥാർത്ഥ രാഷ്ട്രീയം? വെൽഫെയർ പാർട്ടി അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വെൽഫെയർ സ്റ്റേറ്റാണ്. മുഖ്യമായിട്ടും ഞങ്ങൾ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും ഇക്വാലിറ്റിയെക്കുറിച്ചും ഫ്രറ്റേണിറ്റിയെക്കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ലക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യാതെ, ഒരു സോഷ്യൽ ചേഞ്ച് സൃഷ്ടിക്കാതെ ഇന്ത്യയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരടിസ്ഥാന ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടലിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഡെമോക്രസിയെക്കുറിച്ച് എല്ലാവരും പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഏറ്റവും അധികം സംസാരിക്കുന്നത് സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ചാണ്, സാമൂഹ്യ ജനാധിപത്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, സാമൂഹ്യ നീതിയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഭൂപ്രശ്നത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, എത്തരത്തിലുള്ള ഇടപെടലാണ് ഭൂപ്രശ്നത്തിൽ വെൽഫെയർ പാർട്ടി നടത്തുന്നത്? ഭൂമി പ്രശ്നത്തെ ഞങ്ങൾ കാണുന്നത്
ഒന്ന്, ഇവിടുത്തെ ജാതി വ്യവസ്ഥയുടെ ഫലമായിട്ടാണ് ഇവിടെയുള്ള ദലിത് വിഭാഗങ്ങൾക്ക്, അവർണ സമൂഹങ്ങൾക്ക് ഭൂവുടമാവകാശം നിഷേധിക്കപ്പെട്ടത്. ഇപ്പോൾ ചരിത്രപരമായ കാരണങ്ങളെ മനസ്സിലാക്കാതെ നമുക്കൊരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിച്ചിട്ട് കാര്യമില്ല. ആദിവാസികളുടെ പ്രശ്നം നമ്മൾ കാണുന്നത് ജാതി പ്രശ്നമായിട്ടല്ല, അവർക്കുണ്ടായിരുന്ന ഭൂമി മറ്റുള്ളവർ കൈയടക്കിയതാണ്, അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു പോയതാണ്, അത് കയ്യേറ്റക്കാരുടെ കയ്യിലാണ് ആ ഭൂമി. അപ്പോൾ ദലിതരുടെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർണ സമൂഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്നൊരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ്. ഇത് ഒരു ജനാധിപത്യ ഗവൺമെൻറ് പരിഹരിക്കണം. അതുവരെ ഓക്കെ, നമ്മളൊരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖ്യ പരിഗണന എന്ന് പറയുന്നത് ഇവിടെ നിലനിന്നിരുന്ന ചരിത്രപരമായ കാരണങ്ങളാൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഭൂവുടമാവകാശം നിഷേധിക്കപ്പെട്ട സമൂഹത്തിന് ഭൂമി നൽകുക എന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമായിരിക്കും. അതിനുള്ള പഠനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും 4 ലക്ഷത്തോളം ഭൂരഹിതരുണ്ട്. ഈ 4 ലക്ഷത്തോളം ഭൂരഹിതരിൽ 90% ഭൂരഹിതരും ഈ ചരിത്രപരമായ കാരണങ്ങളാൽ പരമ്പരാഗതമായി ഭൂമി നിഷേധിക്കപ്പെട്ടവരുടെ പിന്മുറക്കാരാണ്. അപ്പോൾ അതിൻ്റെ കാരണം ജാതി വ്യവസ്ഥ തന്നെ. അപ്പോൾ അവർക്ക് ഭൂമി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ്. മറ്റൊന്ന് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്, ഭൂമി എന്ന് പറയുന്നത് ഒരാളുടെ അഡ്രസ്സാണ്, ഒരാളുടെ ഐഡൻറ്റിറ്റിയാണ്. സാമൂഹ്യമായിട്ട് ഒരു സമൂഹത്തിന് വളർച്ച ഉണ്ടാകുന്നത് അവർക്ക് ചവിട്ടി നിൽക്കാൻ ഭൂമിയും വീടും ഉണ്ടാകുമ്പോഴാണ്. അപ്പോഴാണ് ഒരു ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകുന്നത്, അവരുടെ മക്കളുടെ പഠനം ഉറപ്പുവരുത്തുന്നത്, അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നത്, അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ അവർക്ക് ചവിട്ടി നിൽക്കാൻ മണ്ണ് വേണം. അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ അഭിവൃദ്ധിയും പുരോഗതിയും അടിസ്ഥാനപരമായി ലാൻഡുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അല്ലെ, വീടും ഇത്തരം തന്നെയാണ്. ഇതിലധികം പേർക്ക് വീടില്ലാത്തതും കാണും അല്ലേ? വീട് ഇതിലധികം ആളുകൾക്കും വീടില്ലാത്തതുണ്ട്. അല്ല, എന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ സംസ്ഥാനം, ഇപ്പം ഞാൻ നേരിടുന്നൊരു പ്രതിസന്ധി, ഞാൻ 1-2 സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്നോട് പലരും വീടും ഭൂമിയും ചോദിക്കാറുണ്ട്. ഞാൻ പക്ഷേ അതിനോട് സഹകരിക്കാറില്ല. നമ്മൾ രോഗത്തിനും ചികിത്സിക്കാൻ ഞാൻ നിഷേധിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഈ നമ്മുടെ സർക്കാരിന് ഇഷ്ടംപോലെ പദ്ധതികളാണ് വീട് കൊടുക്കാനും ഭൂമി കൊടുക്കാനും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഭൂമി ഇല്ലാതെ വരുന്നത്? ഒത്തിരി പദ്ധതികളുണ്ടല്ലോ, അതിൻ്റെ തടസ്സം എന്താണ്? അത് അടിസ്ഥാനപരമായി തടസ്സം ഉണ്ടാകുന്നത് ഇവിടെയുള്ള മനോഭാവങ്ങളാണ്. ഇപ്പോൾ ഭൂപരിഷ്കരണം നടന്നപ്പോൾ ജന്മികളുടെ ആ ജന്മിത്വത്തിന് അടി കൊടുക്കാൻ ഭൂപരിഷ്കരണത്തിന് സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് കാണാം. പക്ഷേ ഈ ജന്മികളുടെ കയ്യിൽ നിന്ന് ഭൂമി കൈവശം വെച്ച കുടിയാൻ, വരമ്പത്ത് നിൽക്കുന്നവൻ, അവനാണ് ഇതിൻ്റെ ഭൂമി കിട്ടിയത്. ഉടമാവകാശമില്ലാതെ എന്നാൽ ഉടമയായിരുന്ന കുടിയാന് ഭൂമി കിട്ടി. അപ്പോഴും ഈ പാടത്ത് പണിയെടുത്തിരുന്ന അവർണ സമൂഹത്തിന് ഭൂമി കൊടുക്കാൻ ഭൂപരിഷ്കരണത്തിലൂടെ സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഭൂവുടമാവകാശം നിഷേധിക്കുന്ന ജാതി വ്യവസ്ഥയെ തൊട്ടുകളിക്കാൻ ഭൂപരിഷ്കരണത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിന് ഭൂമിയില്ലെങ്കിൽ മകന് ഭൂമി ഉണ്ടാവില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 4 ലക്ഷത്തോളം ആളുകൾക്ക് ഭൂമിയില്ല. ഞങ്ങളുടെ ഒരു സ്റ്റഡി ഉണ്ട്, ഓരോ ജില്ല എടുത്തും അവിടെയുള്ള ഭൂരഹിതരും അവിടെ നമുക്ക് പിടിച്ചെടുക്കാനുള്ള ഭൂമിയും പരിശോധിച്ചാൽ 1 ഏക്കർ വരെ ഭൂമി കൊടുക്കാൻ കേരളത്തിൽ ഭൂമിയുണ്ട്. അപ്പോൾ 5 ലക്ഷം ഏക്കർ ഭൂമി പിടിച്ചെടുക്കേണ്ടതായ ഭൂമിയുണ്ട്. അതായത് സർക്കാരിൻ്റെ ഭൂമി കൈവശപ്പെടുത്തി, അല്ലെങ്കിൽ പാട്ടക്കരാർ ലംഘിച്ചത്, പാട്ടകാലാവധി കഴിഞ്ഞത്, സർക്കാരിൻ്റെ കൈവശം ഓൾറെഡി ഉള്ള മിച്ച ഭൂമികൾ. ഈ ഭൂമി പിടിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ 5 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. 5 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ സ്റ്റഡിയല്ല, അത് ഈ ഗവൺമെൻറ് മാറി വന്ന ഗവൺമെൻറ്റുകൾ 5-6 കമ്മീഷനുകൾ വെച്ചിട്ടുണ്ട്. ഈ 6 കമ്മീഷനുകളുടെയും പഠനത്തിൽ ഇവിടെ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയതാണ് വ്യാജരേഖ ഉണ്ടാക്കി. അതായത് അത് ഹാരിസൺ ഉൾപ്പെടെ ഫെറാ നിയമം ലംഘിച്ച് ലണ്ടൻ കേന്ദ്രീകരിച്ച ഒരു കമ്പനി 76,000 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തി വർഷം തോറും 1000 കോടി രൂപ ഇപ്പോഴും ലണ്ടനിലേക്ക് അയക്കുന്നു. ഈ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണ്. പാട്ടക്കരാർ ലംഘിച്ചിട്ടുണ്ട്. കാരണം അവിടെയൊന്നും ഇപ്പോൾ വെറും തോട്ടങ്ങൾ മാത്രമല്ല, മുറിച്ച് വിൽക്കുന്നുണ്ട്, റിസോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ഭൂമി സർക്കാർ പിടിച്ചെടുത്തിട്ട് വിതരണം ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം ഏക്കർ ഭൂമി ഉള്ളത് ഇവിടെ 3.5-4 ലക്ഷത്തോളം ആളുകൾക്കാണ് ഭൂരഹിതരായിട്ടുള്ളത്. കൃഷി ചെയ്യാൻ അറിയുന്നവർക്കാണ് നമ്മൾ ഭൂമി നിഷേധിച്ചത്. അവർക്ക് കൊടുത്താൽ നമ്മുടെ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കും, നമുക്ക് ആഭ്യന്തരമായിട്ട്. തടസ്സം എന്താണ്? തടസ്സം ഒന്ന് മാത്രമേ ഉള്ളൂ,
ആധുനിക ജന്മിമാരെ പിണക്കാൻ ഒരു ഗവൺമെൻറ്റും തയ്യാറല്ല എന്നുള്ളത്. കാരണം ഈ ഭൂമി വിഭജിച്ച് കൊടുക്കുന്നതിനേക്കാളും മെച്ചവും ഇത്തരം ജന്മിമാർ, ഈ ആധുനിക ജന്മിമാർ ഇവർക്ക് നൽകുന്ന പാർട്ടി ഫണ്ടുകളും മറ്റ് സൗകര്യങ്ങളിലുമാണ് ഇവർക്ക് താല്പര്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുശീല ഭട്ട്, പ്ലീഡർ സുശീല ഭട്ട് കോടതിയിൽ കൃത്യമായി വാദിച്ച് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വാങ്ങി രാജമാണിക്യം IAS 38,000 ഏക്കർ ഭൂമി ഹാരിസണിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആദ്യം ചെയ്തത് സുശീല ഭട്ടിനെ മാറ്റി, എന്നിട്ട് കോടതിയിൽ കേരള ഗവൺമെൻറ്റിനെതിരെ ഹാരിസന് വേണ്ടി വാദിക്കുന്ന 2 അഡ്വക്കേറ്റുമാരെ കൊണ്ടുവന്ന് വെച്ചു. നമ്മളെല്ലാം ബഹളം വെച്ചപ്പോൾ അവരങ്ങോട്ട് മാറ്റി. അപ്പോൾ അവസാനം ഇപ്പോൾ ഹാരിസൺ വീണ്ടും വിജയിച്ചു. വിജയിക്കാനുള്ള കാരണം ഇവിടുത്തെ നിയമവകുപ്പ് സെക്രട്ടറി പ്രഖ്യാപിച്ചു, ഈ രാജമാണിക്യം പോലെയുള്ള കമ്മീഷനുകൾക്ക് ഭൂമി പിടിച്ചെടുക്കാൻ നിയമപരമായി അധികാരമില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോടതിയിൽ ഹാരിസൺ ഗവൺമെൻറ്റിനെതിരെ സമർപ്പിക്കുന്നത്. ഹാരിസന് അനുകൂലമായ വിധി. ഇത് ബോധപൂർവമാണ്. 2 ഗവൺമെൻറ് LDF ആയാലും UDF ആയാലും കോടതിയിൽ പോകുന്നു, നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കും. ആ വിധി അന്തിമ വിധിയല്ല, വാസ്തവത്തിൽ പ്രൊസീജിയർ മിസ്റ്റേക്കാണ്. വേണമെങ്കിലും സർക്കാരിന് പിടിച്ചെടുക്കാം. അതെ, സർക്കാരിന് ഇപ്പോഴും കോടതിയിൽ പോകാം പ്രാപ്തരായ. കാരണം ഇതൊക്കെ വ്യാജരേഖയാണെന്ന് സുശീല ഭട്ട് ബാധിച്ചപ്പോൾ അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് ഒരിക്കലും പോകില്ല. മാത്രമല്ല, ഇവിടെ ഫ്ലാറ്റ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫ്ലാറ്റല്ല, ഭൂമിയാണ് വേണ്ടത്. പ്രത്യക്ഷത്തിൽ ആളുകൾ വിചാരിച്ചു ഫ്ലാറ്റെങ്കിലും കിട്ടിക്കോട്ടെ, ഫ്ലാറ്റ് കിട്ടുന്നത് നമ്മൾ എതിരല്ല. പക്ഷേ ഫ്ലാറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം പ്രഖ്യാപിക്കുന്നത് തന്നെ ഭൂമി ചോദിക്കുന്നതിന് അവസാനിപ്പിക്കണം. അതായത് ഭൂമി പ്രശ്നത്തെ പാർപ്പിട പ്രശ്നമാക്കി പരിവർത്തിപ്പിക്കുന്നത് ശരിക്കൊരു ഗൂഢാലോചനയാണ്. ഭൂമി ആരും ചോദിക്കൂല, ചോദിച്ചാൽ ഹാരിസൻ്റെ ഭൂമിയിൽ കൈവെക്കണം. അപ്പോൾ പാർപ്പിട പ്രശ്നമാക്കി സർക്കാരിൻ്റെ ബാധ്യത. അപ്പോൾ പാർപ്പിട പ്രശ്നം എന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ്. അതേസമയത്ത് ഇവർ അതിനെ പാർപ്പിട പ്രശ്നമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഭൂപരിഷ്കരണത്തിൽ നമുക്കറിയാം, ഈ അവർണ സമൂഹത്തിന് കൊടുത്തത് 1,00,000 വീട് കോളനികളാണ്. അത് വേറൊരു കൾച്ചർ രൂപപ്പെടുത്താൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. ഒറ്റമുറി വീടുകൾ കൊടുത്തു. ഇപ്പോഴും ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാമെന്ന്. നമ്മൾ ഭൂമിയെ ബന്ധിപ്പിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യമായ പുരോഗതിയുമായ ഉയർച്ചയാണ്. അത് കിട്ടാത്തിടത്തോളം കാലം നമുക്ക് ഈ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. ഇത് നിങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ട് ഇതിൽ കുറച്ചെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ, സർക്കാരിനെയോ രാഷ്ട്രീയ പാർട്ടികളെയോ? ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയാണ് സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം സംസാരിക്കും, മുഖ്യമന്ത്രി എല്ലാം അംഗീകരിക്കും, കേൾക്കും. പക്ഷെ നടപടികളൊന്നും ഉണ്ടാവാറില്ല. ഏക്താ പരിഷത്ത് പോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാത്തത് എന്താണ് അങ്ങനെയാണെങ്കിൽ? കാരണം ഭൂമി പ്രശ്നത്തെ ഏറ്റവും ആദ്യമായി ഇന്ത്യയിൽ ഉന്നയിച്ച ഒരു പ്രസ്ഥാനമാണ് ഏകതാ പരിഷത്തിൻ്റെ ഉത്തരവാദപ്പെട്ട പ്രത്യേകിച്ച് പിന്നെ രാജേട്ടനുമായിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്. മാത്രമല്ല അവരുടെ ഭൂസമരങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 4 ദിവസം ലാൻഡ് സമ്മിറ്റ് ഞങ്ങൾ നടത്തിയപ്പോൾ ആ ലാൻഡ് സമ്മിറ്റിൽ അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു നിർവഹിച്ചത്. ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. കൂടുതൽ അസോസിയേറ്റ് ചെയ്യാൻ ഏകതാ പരിഷത്തിൻ്റെ അത് ചില ഭൂസമരങ്ങൾ നടത്തുന്നതല്ലാതെ ആ സമയത്ത് നമുക്ക് അതിൽ പോയി പങ്കുവയ്ക്കാം എന്നേ ഉള്ളൂ.